അയ്യോ ഇത് എന്താ ശരിക്കും പറ്റിയത്? എന്താ എന്താ മീര നിനക്ക് സംഭവിച്ചത്? ശരിയാ, എന്തിനാ കവി നീ ഇങ്ങനെ കരയുന്നത്? ഒന്നും സംഭവിക്കില്ല. ഏട്ടാ എനിക്ക് വല്ലാണ്ട് നെന്നെ വേദനിക്കുന്നു. എന്നാലും എന്റെ മീര എത്ര തുള്ളിച്ചാടി നടന്ന പെണ്ണ, എത്ര പെട്ടെന്നാ കിടന്നു പോയത്. ചിഞ്ചി മോളെ എന്തൊക്കെയാ പറയുന്നത്? ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിലും കൂടുതലായിട്ട് ഇനി എന്ത് സംഭവിക്കാനാ ജൂലി? ഒന്നും സംഭവിക്കില്ല മക്കളെ, നിങ്ങൾ ഇങ്ങനെ കരയല്ലേ. അല്ല അളിയൻ എവിടെയാണുള്ളത്? അച്ഛൻ ഇതൊന്നും കാണാൻ പറ്റാനിട്ട് അച്ഛൻ അപ്പുറത്തുണ്ട്. മീര നീ ഇങ്ങനെ കിടക്കല്ലേ, എഴുന്നേൽക്ക്, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നും മരിക്കണ്ട. എനിക്ക് ഇവിടെ നിന്നും എന്റെ കിടക്കയിൽ കിടന്ന് മരിച്ചാൽ മതി. നീ എന്താ മീര ഈ പറയുന്നത്? മരിക്കാനോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് പോയൊന്ന് ECG എടുത്ത് നോക്കാം. അയ്യോ ECGയോ? അതെനിക്ക് പേടിയാ, അതൊന്നും എടുക്കണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ എഴുന്നേൽക്ക്, വാ നമുക്ക് ചെന്നിട്ട് എടുത്ത് നോക്കാം. ശരിയാ അപ്പിക്ക്, ഒന്ന് എഴുന്നേൽക്ക്, നമുക്ക് ചെന്ന് എടുത്ത് നോക്കാം. ദീപു നീ